എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ കൊടുത്താൻ കിട്ടില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ ആൾക്കാർ പോകും മക്കത്തേക്ക്. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിലൊരു കറങ്ങാൻ പോകലുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ജബലിൻ നൂറിൻ്റെ താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗാറ് സൗറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ടിങ്ങനെ ഉംറക്ക് കൊണ്ടുപോയ അമീർ പറയും, ആ മലൻ്റെ മേലേക്ക് നോക്കിയാൽ വെളുത്തിട്ട് അടയാളം ഇങ്ങനെ കാണാല്ലേ, അത് ആൾക്കാർ നടന്നു പോവുകയാണ്. അങ്ങോട്ട് കയറണേന് വലിയ പോരിശൊന്നുമില്ല, ഞമ്മക്ക് ഇവിടെ നിന്നിട്ടുണ്ട് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. ഊരെ സമ്മതിക്കണില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അള്ളാന്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് പോരിശക്കുണ്ട്. പോരിശല്ലാന്ന് എന്തിനാ പറയണേ? ഊരക്ക് ബെൽറ്റ് ഇട്ടതാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഊരക്ക് ബെൽറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോരിശല്ല എന്ന് പറയണ്ട, പോരിശുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോരിശുണ്ട്. അതുകൊണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും നബിനായിട്ട് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യവും. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത്, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.